പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന കണ്ണകി ക്ഷേത്രമായ മംഗളാദേവിയിൽ ചിത്ര പൗർണമി ഉത്സവം ആരംഭിച്ചു. വർഷത്തിലൊരിക്കൽ ചിത്ര പൗർണമി നാളിൽ മാത്രം ഭക്തർക്ക് പ്രവേശനമുള്ള ഈ ക്ഷേത്രത്തിലെ ഉത്സവം കേരളവും തമിഴ്നാടും സംയുക്തമായാണ് നടത്തുന്നത്. 1000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ ഉത്സവനാളിൽ കേരള തമിഴ്നാട് ശൈലികളിലാണ് പൂജകൾ നടക്കുന്നത്. അടുത്ത 2 ശ്രീകോവിലുകളിലും മംഗളാദേവി പ്രതിഷ്ഠയാണ്. രാവിലെ 6 മണി മുതൽ 1-ാം ഗേറ്റിലൂടെ ഭക്തരെ കയറ്റിവിടും. ഉച്ചയ്ക്ക് 2:30 ശേഷം ആരെയും മലമുകളിലേക്ക് കയറ്റിവിടില്ല. പുലർച്ചെ 4 മണി മുതൽ ഇരു സംസ്ഥാനങ്ങളിലെയും പൂജാരിമാർ, സഹകാർമ്മി, പൂജാ സാമഗ്രികളുമായി വരുന്നവർ എന്നിവരെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടും. വൈകിട്ട് 5:30 ശേഷം ക്ഷേത്ര പരിസരത്ത് ആരെയും തുടരാൻ അനുവദിക്കില്ല. ഡിസ്പോസിബിൾ പാത്രങ്ങളിൽ കുടിവെള്ളമോ മറ്റു ഭക്ഷണമോ ക്ഷേത്ര പരിസരത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. മദ്യം, മാംസഭക്ഷണം എന്നിവയും അനുവദിക്കില്ല. ഓഫ് റോഡ് ജീപ്പ് പോലെയുള്ള 4 ചക്രവാഹനങ്ങൾ മാത്രമേ അനുവദിക്കൂ. ഇരുചക്രവാഹനങ്ങൾ അനുവദിക്കില്ല. ഇരു സംസ്ഥാനങ്ങളുടെയും RTOമാർ ഫിറ്റ്നസ് പരിശോധിച്ച വാഹനത്തിൽ സ്റ്റിക്കർ പതിക്കണം. ഉത്സവ ദിവസം വാഹനങ്ങളിൽ അമിതമായി ആളെ കയറ്റാനും അനുവദിക്കില്ല. കുമളി ബസ് സ്റ്റാൻഡ്, അമലാംബിക സ്കൂൾ, കൊക്കരക്കണ്ടം എന്നിവിടങ്ങളിൽ വാഹനങ്ങൾ പരിശോധിക്കും. 1-ാം ഗേറ്റിലും ക്ഷേത്ര പരിസരത്തും കൺട്രോൾ റൂമുകളും സ്ഥാപിച്ചിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി റിക്കവറി വാഹനം, അസ്ക ലൈറ്റ് എന്നീ സൗകര്യങ്ങളോടെ കൊക്കരക്കണ്ടത്ത് ദുരന്ത ലഘൂകരണ യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട്. പ്രഥമ ശുശ്രൂഷ നൽകാൻ മെഡിക്കൽ സംഘം, കാർഡിയോളജിസ്റ്റ് എന്നിവരുടെ സേവനവും 5 ആംബുലൻസുകളും മലമുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻവർഷത്തേക്കാൾ കൂടുതൽ താൽക്കാലിക ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇത്തവണ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള മാലിന്യവും വനത്തിൽ നിക്ഷേപിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.